എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത്, നമ്മൾ ഒരു സസ്യ ബുക്കാണോ മാംസ ബുക്കാണോ എന്നൊക്കെ പൊതുവെ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചല്ല, അതിലുപരി മനുഷ്യൻ ഇന്ന് രാസ ബുക്കായി മാറിയിരിക്കുന്നു. അതിൻ്റെ ദുരിതമായിട്ടുള്ള ദുരിതങ്ങൾ മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കാണ് ഇന്ന് ഞാനൊന്ന് ശ്രദ്ധ ചെലുത്തുന്നത്. പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന കാര്യങ്ങളാണത്. കാരണം പല അർത്ഥത്തിലും നമ്മളെ ശരീരം പൂർണ്ണമായിട്ട് ഒരു ജൈവ ശരീരമാണ്. പൂർണ്ണമായിട്ടും ഒരു ജൈവ ശരീരത്തിലേക്ക് നമ്മൾ ആമാശയത്തിലേക്ക് കൊടുക്കേണ്ടത് ജൈവ വസ്തുക്കളാണ്, ഒരിക്കലും രാസവസ്തുക്കളല്ല. നമ്മുടെ ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും ജൈവപരമായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ്. പക്ഷേ പലതരത്തിലും ഇന്ന് ഒരുപാട് ഇതിൻ്റെ രാസപദാർത്ഥങ്ങൾ ഉള്ളിലോട്ട് പോവാം. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കിഡ്നി പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ 100 വീടെടുത്താൽ ഒരു വീട്ടിൽ ഒന്നും കാണൂല കിഡ്നി പേഷ്യൻ്റ്. ശരിക്കും ഒരു വാർഡിൽ ഒരു കിഡ്നി പേഷ്യൻറ്റിനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ റെയറായിട്ട് കാണുള്ളായിരുന്നു. പക്ഷെ ഇന്ന് കിഡ്നി പേഷ്യൻറ്റും ഡയാലിസിസ് കേന്ദ്രങ്ങളും എല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ മനുഷ്യ രാസബുക്കായി തീർന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പ്രധാന അവയവങ്ങളായിട്ടുള്ള ലിവർ, കിഡ്നി ഇവയുടെ ആരോഗ്യം നശിക്കുന്നതിന് പിന്നിൽ രാസവസ്തുക്കൾക്കുള്ള സ്വാധീനം, അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ പലപ്പോഴും മറന്നു പോവാണ്. നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചികിത്സിക്കുന്ന വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വീണ്ടും വീണ്ടും മരുന്നുകൾ കഴിക്കുന്നു. പക്ഷെ ഒന്ന് പൂർണ്ണമായിട്ട് അതിന് മോചനം കിട്ടാത്തൊരവസ്ഥ വരുന്നു. അപ്പം അതുകൊണ്ട് ശരിക്കും നമ്മുടെ ഈ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ടും ജൈവമായിട്ടുള്ള ശരീരത്തിലേക്ക് രാസവസ്തുക്കൾ എത്രമാത്രം കടക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് നമ്മുടെ ആന്തരിക അവയവങ്ങളെയും ശരീരത്തെയും ഒക്കെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രധാന ഇന്നത്തെ പോയിന്റ്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം തന്നെ എടുത്തു നോക്കാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഒരു നോർമൽ ലൈഫിലെ ഭക്ഷണ രീതി എടുത്ത് നോക്കിയാൽ തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ്റെ ദിനചര്യയിൽ രാവിലെ തുടങ്ങുന്നത് ചായ എന്നാണ്. എത്രമാത്രം കെമിക്കലാണ് ശരീരത്തിലേക്ക് കിടക്കുന്നത് അല്ലേ? ചായ ചേർക്കുന്ന പഞ്ചസാര 100% കെമിക്കല്. ചായപ്പൊടിയിൽ തന്നെ മണത്തിന്, കേടുകൂടാതിരിക്കാൻ, നല്ല നിറത്തിന്, ഫ്ലേവർ എല്ലാം കൂടെ ആയിട്ട് ഒരു 4-5 കെമിക്കൽ വേറെ. പിന്നെ അത് തേയില നുള്ളുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന മരുന്നുകൾ. ടോട്ടലി ശരിക്കും ചായപ്പൊടി നല്ലൊരു രാസവസ്തു തന്നെയാണെന്ന് പറയാം. അതിലേക്ക് പഞ്ചസാരയും പാലും കൂടെ ചേർന്നിട്ട് അല്ലേ, ഒരു മിശ്രിതമായിട്ട് രാവിലെ കഴിക്കുന്നത്. രാവിലെ തന്നെ ഒരു കെമിക്കലിൻ്റെ ആധിക്യം വരികയാണ്. ഓക്കെ, ഇനി അതിനോട് കൂടെ നമ്മൾ കഴിക്കുന്ന ചിലപ്പോൾ പുട്ട്, പത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അരി കൊണ്ടുണ്ടാക്കിയ പല കാര്യങ്ങളും കഴിക്കും. പക്ഷേ ഇതിൻ്റെ വലിയ പിന്നിലിരിക്കുന്നത്, ഇന്ന് കേരളത്തിലെ പൊതുവെ ആൾക്കാരൊക്കെ എന്താ പറയുക, കൂടുതലൊരു മടിയിലേക്ക് പോകുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല. എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഒന്നുമില്ല, നമ്മളിപ്പോൾ പുട്ട് ചൂടുകയാണെങ്കിൽ തന്നെ പുട്ടുപൊടി വാങ്ങും അല്ലേ, പുട്ടുപൊടി വാങ്ങും. ഇനി പത്തിരിയാണെങ്കിൽ പത്തിരിപ്പൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ഇതൊക്കെ പാക്കറ്റ് വാങ്ങി ഉപയോഗിക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വീട്ടിൽ അരി പൊടിച്ചാൽ എത്ര ദിവസം നിൽക്കും? അരി പൊടിച്ചു വെച്ചാൽ വീട്ടിൽ. അതേസമയം മാർക്കറ്റിൽ കിട്ടാവുന്ന പാക്കറ്റ് വാങ്ങി എത്ര ദിവസം നിൽക്കും? പലതും ചിന്തിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പാലിൽ തന്നെ നമുക്കറിയാം, നമുക്ക് എത്ര സമയം പാല് സൂക്ഷിക്കാൻ പറ്റും? വീട്ടിൽ പശു ഉണ്ടെന്ന് വിചാരിക്കുക, എത്ര സമയം സൂക്ഷിക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏറി വന്നാൽ ഒരു പകല് അല്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് പാല് നിൽക്കില്ല, പാല് കേടാവും. ഈ പാലിനെ കേടാക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, പ്രകൃതിദത്തമായിട്ട് അതിലുള്ള ഒരു ബാക്ടീരിയ. ആ ബാക്ടീരിയ കാരണമാണ് പാല് വേഗം കേടാവുന്നത്. കാരണം അത് പ്രകൃതിദത്തമായിട്ട് അങ്ങനെ സംഭവിക്കണം, അതിനു വേണ്ടി തന്നെയാണ് അങ്ങനെ കൊടുത്തത്. പാല് കേടായില്ലേ, തൈരായി, മോരായി, നെയ്യായി, വെണ്ണയായി, ആ തരത്തിലേക്ക് അത് മാറ്റപ്പെടേണ്ടതുണ്ട്. എന്ന പാലിൻ്റെ അകത്തേക്ക് വളരെ മാരകമായിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പാക്കറ്റ് പാലുകൾ 4-5 ദിവസമൊക്കെ നിൽക്കുന്നത്. വളരെ മാരകമായിട്ടുള്ള കെമിക്കലാണ് ശരിക്ക്. ആ കെമിക്കൽ ഉപയോഗിച്ച് നിലനിർത്തുമ്പോൾ ഇതേ കെമിക്കലാണ് നമ്മൾ ആമാശയത്തിൽ പോകുന്നത്.
നമ്മളെ ആമാശയത്തിലെ നമ്മളെ കുടലുകളില് ആമാശയങ്ങളിലൊക്കെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരുപാട് ബാക്ടീരിയ. ഈ ബാക്ടീരിയകള് നശിക്കാൻ ഈ കെമിക്കലുകളൊക്കെ കാരണമാവും. മാത്രമല്ല ഇവയൊക്കെ ഫിൽട്ടർ ചെയ്യേണ്ടത്, നമ്മളെ രക്തത്തെ ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി, നമുക്കറിയാം ഒരു ദിവസം 350 തവണ നമ്മുടെ രക്തത്തെ ഫിൽട്ടർ ചെയ്യുന്ന ശുദ്ധീകരിക്കുന്ന കിഡ്നിയിലെ ഫിൽട്ടറിന് നെഫ്രോണുകൾക്ക്, അതായത് അരിപ്പകൾക്കൊക്കെ തകരാറുകൾ വരാൻ തുടങ്ങും. അങ്ങനെ കിഡ്നിയുടെ ഫംഗ്ഷന് വ്യത്യാസം വന്നൊരു കിഡ്നി രോഗിയാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ കെമിക്കൽ നമുക്കറിയാം ശരീരത്തിലെ ശരീരത്തിലൊരു കെമിക്കൽ ഫാക്ടറിയാണ് ലിവർ, അല്ലേ? അപ്പൊ അതിനേക്കാൾ വലിയ കെമിക്കലൊക്കെ അകത്തോട്ട് കൊടുത്താൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ ലിവറിനും പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാവാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പണ്ട് മദ്യപിക്കുന്നവർക്കാണ് ലിവർ സിറോസിസ് വരുന്നത്, അല്ലേ? പക്ഷെ ഇന്നിപ്പോൾ മദ്യപിക്കാതെ സ്ത്രീകൾക്കടക്കം ലിവർ സിറോസിസ് വരുന്നുണ്ട്. തീരെ മദ്യപിക്കാത്തവർക്ക് വരെ വരുന്നുണ്ട്. അപ്പൊ ഈ കെമിക്കലുകളുടെ ആധിക്യം വളരെ വലിയൊരു വിഷയമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ നമ്മൾ കറിയിലിടുന്ന പൗഡർ, അല്ലേ? അരി, പുട്ടുപൊടി, അത് വേട്ടു, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കറിയിലിടുന്ന പൗഡറുകൾ, സാമ്പാർ പൊടി, എത്രയോ തവണ പത്രങ്ങളിലും അതേപോലെ തന്നെ ചാനലുകളിലൊക്കെ ഇതിലെ മാരകമായ വിഷങ്ങളെ കുറിച്ച് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് തന്നെ, വളരെ ഫേമസ് ആയ ബ്രാൻഡുകളിൽ തന്നെ മാരകമായ വിഷങ്ങൾ ഉള്ളതായിട്ടൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് സുലഭമായി മാർക്കറ്റിൽ കിട്ടുന്നു. ഇതെല്ലാം കണ്ട നമ്മൾ തന്നെ പോയിട്ട് വീണ്ടും അത് വാങ്ങി കറിയിൽ ആഡ് ചെയ്ത് കഴിക്കും. ദോഷം നമ്മൾ തന്നെ അനുഭവിക്കും. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ള കടത്തിവിടുന്ന കെമിക്കലുകളെ എത്രമാത്രം തടയാൻ പറ്റുമോ അത്രയും നമുക്ക് ആരോഗ്യമുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, എന്താണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന പച്ചക്കറികൾ ഇങ്ങനെ കീടനാശിനി കലർന്നതല്ലേ, രാസവളം ഇല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതല്ല. കാരണം നമ്മൾ എന്തിനാ അറിഞ്ഞുകൊണ്ട് കെമിക്കലുകൾ കഴിക്കുന്നതാണ്. ഇപ്പോൾ പച്ചക്കറിയും പഴങ്ങളൊക്കെ പൊതുവെ നമ്മൾ പറയാറ് പരമാവധി പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുക. കാരണം പച്ചവെള്ളത്തിന് കെമിക്കൽ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ശുദ്ധജലം കെമിക്കൽ അബ്സോർവ് ചെയ്യും, കുറേ അങ്ങനെ അങ്ങോട്ട് പോകും. നന്നായിട്ട് കഴിയാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ തൊലി കളയാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ തൊലി കളഞ്ഞ് ഉപയോഗിക്കുക. അപ്പൊ കീടനാശിനിന്റെ പ്രയാസങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണല്ലോ അകത്തോട്ട് പോകുന്നത് കെമിക്കലുകളെ തടയാൻ പറ്റുക. പക്ഷെ ഡയറക്റ്റ്, കാരണം നമ്മൾ ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, കോല കുടിക്കുന്നു, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നു, അതുപോലെ കൃത്രിമമായിട്ടുള്ള പാനീയങ്ങൾ കുടിക്കുന്നു, കൃത്രിമ ആഹാരങ്ങൾ കഴിക്കുന്നു. അപ്പൊ ഇതെല്ലാം നേരിട്ട് നമ്മൾ കഴിക്കുന്നതാ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വസ്തുക്കളെ നേരിട്ട് കഴിക്കുന്ന, നേരിട്ട് ശരീരത്തിൽ എന്ന കെമിക്കലുകളെ നമ്മൾ പരമാവധി തടയണമെങ്കിൽ ഇത്തരം ആഹാരങ്ങൾ വർജിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പുട്ടുപൊടിയൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാം എത്രമാത്രം, അല്ലേ, കെമിക്കലുകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇത്രയും ദിവസം കേടുകൂടാതെ നിൽക്കുന്ന ഈ പുട്ടുപൊടി നമുക്ക് എത്രമാത്രം ദോഷം ചെയ്യാൻ കാരണമാവുന്നുണ്ട് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പുട്ടുപൊടി, ഗോതമ്പ് അങ്ങനെയുള്ളതൊക്കെ പരമാവധി നമുക്ക് വാങ്ങി പൊടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ശുദ്ധമായ ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് നമ്മൾ കുറേയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് വേണ്ട ഫുഡൊക്കെ തയ്യാറാക്കാൻ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് കൃഷി ചെയ്തിട്ട് നമുക്ക് വേണ്ടത് മുഴുവൻ ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മാർക്കറ്റിൽ കിട്ടുന്നതും കഴിക്കുന്നതും ഒക്കെ കുറെ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാല് നല്ലൊരു ശതമാനം രോഗങ്ങൾ, ഇന്ന് വരുന്ന കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളും പല രോഗങ്ങളെയും തടയാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മളെ പ്രിസർവേറ്റീവിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ ആവശ്യമുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് വഴി ശരീരത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഭക്ഷണത്തിൽ നിന്നുള്ള ആഗിരണത്തെ തടയുന്നു, അതേപോലെ ഭക്ഷണത്തിലെ ന്യൂട്രീഷന്റെ ആഗിരണത്തെ തടയുന്നു. കാരണം ഒരുപാട് ബാക്ടീരിയകൾ ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ പോഷണം കിട്ടുന്നത് തടയുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാവുന്നതാണ്. ഇന്ന് ഞാൻ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നമ്മുടെ ആമാശയത്തിലേക്ക് പോകുന്ന കെമിക്കലുകളെ പരമാവധി തടയാം. നമുക്കറിയാം ഇന്ന് നമ്മുടെ വയറ്റിന്ന് പോകുന്നതൊക്കെ തടയാൻ വയറ്റിന്ന് പോകുന്നതെല്ലാം തടയാൻ
ഒരുപാട് ടെസ്റ്റുകൾ നടത്താനുള്ള ലാബുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ വയറ്റിലേക്ക് പോകുന്ന ആഹാര വസ്തുക്കളെ ടെസ്റ്റ് ചെയ്യാൻ ലാബൊന്നുമില്ല. സത്യത്തിൽ അതിനാണ് ഇവിടെ ലാബുകൾ കുറേ വേണ്ടതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം അത്തരം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ കെമിക്കൽ ഇല്ലാത്ത ഫുഡ് കഴിക്കാൻ ശ്രമിച്ചാൽ കുറേ കൂടി നല്ലതാണ് ശരിക്കും. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള കെമിക്കലൊക്കെ കഴിച്ച് രോഗിയായിട്ട് പിന്നെ നമ്മൾ രക്തത്തിലും മലത്തിലും മൂത്രത്തിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് രോഗത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് രോഗിയാവാതിരിക്കാൻ വേണ്ടി നല്ല ഫുഡ് കഴിക്കാനുള്ള ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് കുറേ കൂടി നന്നായിരിക്കുക. അപ്പം അതുകൊണ്ട് നല്ല ആരോഗ്യത്തിന് പരമാവധി കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ കൊടുക്കാതിരിക്കുക. ഇനി അസുഖങ്ങൾ വരുമ്പോൾ തന്നെ ചെറിയൊരു ജലദോഷം, പനി പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മരുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മളൊരു ബോധപൂർവമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകുള്ളൂ. നമ്മൾ ഒരു തീരുമാനം എടുക്കുക. അടുത്തൊരു ആരോഗ്യ പ്രശ്നം അതെന്തോ ആവട്ടെ, അടുത്തൊരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ അത് മാറ്റാൻ മരുന്നൊന്നും കഴിക്കാത്ത ഒരു നാച്ചുറൽ രീതിയിലൂടെ അത് മാറ്റാൻ എനിക്കൊന്ന് ശ്രമിക്കണമെന്നൊരു തീരുമാനം എടുത്താൽ അത് നടക്കും. അതിനുള്ളൊരു മനസ്സുണ്ടാവട്ടെ. ഓക്കെ. അപ്പം പരമാവധി കെമിക്കലുകളെ അകത്തോട്ട് കടത്തിവിടുന്നത് തടഞ്ഞ് നമ്മുടെ ആന്തരിക അവയവങ്ങളെയും ശരീരത്തെയും ആരോഗ്യത്തെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.